കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന പദ്ധതിക്ക് തുടക്കമാകുന്നു. ഡൽഹിയിൽ നടക്കുന്ന പ്രഖ്യാപന ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം കണ്ണൂരിലും സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച കണ്ണൂർ റെപ്കോ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് ഒരുക്കിയിരിക്കുന്നതെന്ന് പ്രൊവിഡന്റ് ഫണ്ട് റീജിയണൽ കമ്മീഷണർ ഡോക്ടർ എസ് ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ നടക്കുന്ന ചടങ്ങിൽ സി സദാനന്ദൻ മാസ്റ്റർ MP, കണ്ണൂർ മേയർ P ഇന്ദിര എന്നിവർ സംബന്ധിക്കും. ഈ പദ്ധതിയിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കമ്മീഷണർ അറിയിച്ചു. തൊഴിലുടമകൾക്കും ജീവനക്കാർക്കും വലിയ രീതിയിലുള്ള പ്രോത്സാഹനമാണ് ഈ പദ്ധതിയിലൂടെ നൽകുന്നതെന്നും അവർ പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പറഞ്ഞിട്ടുള്ള ലേബർ മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു തൊഴിൽ മന്ത്രാലയം നടത്തുന്ന ഒരു തൊഴിലാളികൾക്ക് ഔദ്യോഗികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമൂഹിക സുരക്ഷ അവരിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു സ്കീം 2025 ഓഗസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പ്രൈം മിനിസ്റ്റർ വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്നാണ് സ്കീമിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ കീഴിൽ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും സമാന്തരമായി ആനുകൂല്യങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു സ്കീമാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് വേണ്ടത്ര പബ്ലിസിറ്റി എല്ലാവരിലും എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രധാനമന്ത്രി വിഗ്യാൻ ഭവനിൽ 19-ാം തീയതി നടത്തുന്ന ഒരു പ്രത്യേക ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തിരഞ്ഞെടുത്ത ഒരു 200 സെൻറ്റേഴ്സ് ഉണ്ട് കേരളത്തിൽ അങ്ങോളം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം. അതിൽ 6 റീജിയണൽ ഓഫീസസ് കേരളത്തിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ റീജിയണൽ ഓഫീസും ഈ ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ 19-ാം തീയതി റെപ്കോ ഭവനിൽ വെച്ച്, സൗത്ത് ബസാറിലെ റെപ്കോ ഭവനിൽ 5 തൊട്ട് 7 മണി വരെയാണ് ഇതിൻ്റെ സമയം. ഇവിടെ